കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വാസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് റോമാസഭയ്ക്ക് വിശ്വാസികളോട് അപ്പോസ്തലൻ പൗലോസ് എഴുതുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു പ്രത്യാശ നൽകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മക്കൾക്ക് ഉണ്ടാകുന്ന ദൈവത്തോടുള്ള ഒരു വിശ്വാസമാണ് പ്രത്യാശ നൽകുന്നത്. ഒരു പ്രത്യാശ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാലാണ് വരുന്നത്. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യനിൽ വരുമ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ജീവിത രീതികൾ എങ്ങനെ മാറിമറിഞ്ഞാലും അവർ സന്തോഷവും സമാധാനമുള്ളവരായിരിക്കും. അവരുടെ പ്രത്യാശ അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുവാൻ തടസ്സമായിരിക്കുന്ന ഏതെങ്കിലും പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം അത് മാറ്റി വെച്ചിട്ട് അത് മാറ്റിക്കളയുവാനും അത് ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയിലുള്ള വിശ്വാസവും പ്രത്യാശയും ആ ഒരു സ്നേഹവും ഞങ്ങളിൽ കുറയാതിരിക്കാൻ, അത് കുറയുവാൻ ഇടയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് കർത്താവെ, ഞങ്ങൾ അധികമായി അങ്ങിൽ വിശ്വസിപ്പാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും അപ്പം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിത രീതികൾ അങ്ങയ്ക്ക് ഇഷ്ടമുള്ള പ്രകാരം മറിക്കുക. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തന്നു വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.